മുക്കം വെസ്റ്റ് ചേന്നമംഗലൂരിൽ സ്വകാര്യ വ്യക്തി റോഡ് കയ്യേറിയതായി പരാതി. 32ഓളം കുടുംബങ്ങൾ ദുരിതത്തിൽ. പൊളിക്കാൻ കളക്ടറുടെ ഓർഡർ ഉണ്ടായിട്ടും മുക്കം നഗരസഭ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. മുക്കം നഗരസഭയിലെ വെസ്റ്റ് ചേന്നമംഗലൂരിൽ സ്വകാര്യ വ്യക്തി നടത്തിയ റോഡ് കയ്യേറ്റത്തിന് നഗരസഭ ഒത്താശ ചെയ്യുന്നതായി ആക്ഷേപം. നഗരസഭയിലെ 21-ാം ഡിവിഷനിൽ ഉൾപ്പെട്ട തേവുംതോട്ടത്തിൽ എടോളിപ്പാലി റോഡാണ് സ്വകാര്യ വ്യക്തി കയ്യേറി നിരവധി കുടുംബങ്ങളുടെ യാത്രയ്ക്ക് ദുരിതം സൃഷ്ടിച്ചിരിക്കുന്നത്. 1 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റോഡിന്റെ മധ്യഭാഗത്ത് വെച്ച് റോഡ് കയ്യേറി മാർഗതടസ്സം സൃഷ്ടിച്ചതായാണ് പരാതി. ഇതിനെതിരെ ഒരു നടപടിയും എടുക്കാൻ നിലവിൽ നഗരസഭാ പ്രതിനിധികൾ തയ്യാറായിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു. ഏകദേശം 35 കുടുംബങ്ങൾ ഈ റൂട്ടിലൂടെ യാത്ര ചെയ്യുകയും സ്കൂളിലേക്കും സാധന അങ്ങാടികളിലേക്കൊക്കെ പോകുന്ന റോഡാണ്. പക്ഷേ ഈ റോഡ് പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്നത് ഒരു വർഷത്തോളമായി. 2005-ൽ ഈ റോഡ് ഓപ്പൺ ആയിട്ടുണ്ട്, തുറന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു കൊല്ലത്തോളം തീരെ യാത്ര ചെയ്യാൻ കഴിയുന്നില്ല, നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ഇപ്പോൾ ഈ തൊട്ടപ്പുറത്ത് തന്നെ ഒരു അംഗനവാടി ഓപ്പൺ ആക്കിയിട്ടുണ്ട്, തുടങ്ങി കാത്തു നിൽക്കുകയാണ്. പണിയെല്ലാം പൂർത്തിയായി. അപ്പോൾ അത് തുറക്കണമെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് ഒരു 10-15 വീടുകൾ അപ്പുറത്തുണ്ട്. അവിടെ കുട്ടികൾക്ക് വരാൻ എങ്ങനെ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. കാരണം അല്ലെങ്കിൽ അതിലെ റൗണ്ട് അടിക്ക് വരുമ്പോൾ 600-700 മീറ്റർ അവർ കറങ്ങിക്കൊണ്ട് വരണം. ഇത്ര ദൂരമാണ്. ചെറിയ കുട്ടികളാകുമ്പോൾ പ്രയാസമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തുറക്കുക എന്നുള്ളതാണ്. കളക്ടർ ഓർഡർ വിട്ടിട്ടുണ്ട് തുറക്കാൻ. വഴി കയ്യേറിയതോടെ സമീപത്തുള്ള പ്രായമായവരെ സംബന്ധിച്ചിടത്തോളം യാത്ര ഏറെ ദുഷ്കരമായി മാറി. അങ്ങാടിയിലേക്ക് പോകുന്ന റോഡാണ് ബുദ്ധിമുട്ടായി കൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ അങ്ങോട്ട് ഇറങ്ങാൻ പോലല്ല. ഞാനൊരു പ്രായമായ മനുഷ്യനാണ്. എനിക്ക് നടക്കാൻ വരെ കഴിയാത്തായി. റോഡ് തടഞ്ഞതിന് സമീപത്തായി നിരവധി കുട്ടികൾ പഠിക്കുന്ന നഗരസഭയുടെ സ്മാർട്ട് അങ്കണവാടിയുടെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഉദ്ഘാടന സജ്ജമായ ഈ അങ്കണവാടിയിലേക്ക് കുട്ടികളെ എത്തിക്കേണ്ടതും ഈ റോഡിലൂടെ തന്നെയാണ് എന്ന വസ്തുത നിലനിൽക്കെയാണ് അധികൃതർ കയ്യേറ്റം കണ്ടില്ലെന്ന് നടിക്കുന്നതെന്നും പ്രദേശവാസികൾ ആരോപിച്ചു. കയ്യേറ്റം ഒഴിവാക്കി ഈ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന് ജില്ലാ കളക്ടർ, RDO, തഹസിൽദാർ എന്നിവരുടെ ഉത്തരവുണ്ടായിട്ടും ഇതിനെതിരെ മുക്കം നഗരസഭയുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.